ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ സംസാരിക്കുന്നു. അതിലേക്ക് ഉയർന്നു വരികയാണ്. ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ്. കൊലപാതകങ്ങളുടെ വാർത്തകളാണ്. വ്യാപകമായിട്ട് മയക്കുമരുന്ന് വ്യാപനം രൂക്ഷമാണ്. കൊലപാതകത്തിൻ്റെയൊക്കെ നേച്ചർ വരെ മാറി. ബ്രൂട്ടലായ ക്രൂവലായിട്ടുള്ള കൊലപാതകങ്ങളാണ് നടക്കുന്നത്. ഈ മയക്കുമരുന്നിനെ നിയന്ത്രിക്കാൻ എന്ത് സാധിച്ചു സാർ? നിങ്ങൾ കണക്ക് പറയും. 2015 ഇത്ര കേസ് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം ഇത്ര കേസ് കൂടിയെന്ന്. കേസെടുക്കണ ആരെയെന്നറിയാമോ? ഈ അവസാനം ഇത് വലിക്കണവൻ്റെ ലാസ്റ്റ് ആളുണ്ടല്ല, ഇത് ഈ ഒരു നെറ്റ്വർക്കാണല്ലോ, ഇത് അവസാനം ഇത് വലിക്കണവനെയാണ് കേസെടുക്കണത്. അവനെ കൊണ്ടേ പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂർ നിർത്തി, അല്ലെ എക്സൈസ് ഓഫീസിൽ 3 മണിക്കൂർ നിർത്തി ജാമ്യം കൊടുത്താവും വിടും. അവൻ പുറത്ത് വന്നിട്ട് ആ 3 മണിക്കൂർ വലിക്കാത്തതിനും കൂടി 2 കൂടുതൽ വലിക്കും. അതാണ് കേസെടുക്കൽ. ഇതിൻ്റെ സോഴ്സ് തേടി എവിടെ പോയി? ഇതിൻ്റെ സോഴ്സ് കേരളത്തിലെ പോലീസും കേരളത്തിലെ എക്സൈസും കോമ്പീറ്റൻ്റ് അല്ലേ? ഈ ഡ്രഗ് എവിടെ നിന്ന് വരുന്നു? കപ്പലിൽ വരുന്നോ? ബോട്ടിൽ വരുന്നോ? ട്രെയിനിൽ വരുന്നോ? ബൈ റോഡ് വരുന്നോ? ഏതാണ് സോഴ്സ്? ഒരു 10 പേരെ കേരളത്തിൽ പിടിച്ചാൽ കേരളത്തിലെ പോലീസിന് ആ കോമ്പീറ്റൻസി ഇല്ലേ? അതിൻ്റെ പുറകെ പോയി ഈ സോഴ്സ് ഏതാണ് എന്ന് മനസ്സിലാക്കി ആ സോഴ്സിനെ അടയ്ക്കാൻ നിങ്ങൾ ഈ പറയുന്ന ലഹരി വ്യാപന കുടുംബങ്ങളിൽ പോലും അസ്വസ്ഥതയും സമാധാനമില്ലായ്മയുമാണ്, ഭയമാണ്, മക്കളെ പോലും പേടിയാണ്. എത്ര പേരാണ് നമ്മളോടെല്ലാം വന്ന് വ്യക്തിപരമായി അവർക്കുണ്ടായിരുന്ന നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത വിഷയങ്ങൾ ഓരോ കുടുംബങ്ങളിലുണ്ടാകുന്നത്. സങ്കടങ്ങൾ, ഭയമാണ് കുട്ടികൾ വരുമ്പോൾ. ആ രീതിയിലേക്ക് കേരളം മാറുമ്പോൾ, ഈ ഡ്രഗ്സിൻ്റെ തലസ്ഥാനമായി കേരളത്തെ മാറ്റാൻ പലരും ശ്രമിക്കുമ്പോൾ, ആ മാഫിയ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരായി ഒരു ഗവൺമെൻറ് ഉണ്ടോ? ആ ഒരു ഗവൺമെൻറ്റുള്ള ഫീലിംഗ് ഉണ്ടോ? ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. നിങ്ങൾ മറുപടി പറയണം. ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ, പെൻഷൻകാരുടെ, അധ്യാപകരുടെ ഉൾപ്പെടെ ഏകദേശം 1 ലക്ഷം കോടി കൊടുക്കാനുണ്ട്. ആ DA കുടിശ്ശികയുണ്ട്. ആ DA അവകാശമല്ല എന്ന് കോടതിയിൽ പറഞ്ഞു. ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് പറഞ്ഞതെന്ന് ഓർക്കണം, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്താണ്, സമര പാരമ്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രസംഗിക്കുന്ന എല്ലായിടത്തും പോയി. ആ LDF ഗവൺമെൻറ് കോടതിയിൽ പോയി പറഞ്ഞു ജീവനക്കാർക്ക് DA അവകാശമല്ല എന്ന്. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, ഒരു LDF ഗവൺമെൻറ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു ലെഫ്റ്റും അല്ല, നിങ്ങൾ എക്സ്ട്രീം റൈറ്റാണ്. തീവ്ര വലതുപക്ഷ സർക്കാരാണ്. തീവ്ര വലതുപക്ഷ സർക്കാർ, ഒരു സംശയമില്ല. ഇതൊക്കെയാണ് നമ്മൾ ഓരോ ഗവൺമെൻറ്റിൻ്റെയും ഇടത് സ്വഭാവം റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് നിങ്ങൾ ചോദിക്കണം, നിങ്ങളുടെ പാർട്ടിയിലെങ്കിലും ചോദിക്കണം, വാ തുറന്ന്, അല്ലെങ്കിൽ LDF കൂടുമ്പോഴെങ്കിലും ചോദിക്കണം, എന്താണ് ഇങ്ങനത്തെ ഒരു തീരുമാനം സർക്കാർ ഹൈക്കോടതി പോയെടുത്തതെന്ന്. നേരത്തെ പറഞ്ഞപ്പോൾ ഈ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന സമയത്ത് അല്ലേ, ചില കാര്യങ്ങൾ എൻ്റെയൊക്കെ പേര് പറഞ്ഞ് ചോദ്യം ചെയ്തെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ പാർട്ടിയിലാണ് ചോദ്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചോദ്യം ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ ഇല്ലേ, കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി ആ കാര്യം നമ്മളെ വിളിച്ചു വരുത്തി സംസാരിച്ച് എന്താണ് പരാതി എന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട്, ചങ്കൂറ്റമില്ലാത്തതുകൊണ്ട് 10 കൊല്ലം മുമ്പ് ഞങ്ങളുടെ സർക്കാരിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നേ, കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ധൈര്യം നിങ്ങൾക്കില്ലാതെ പോയി. അത് എൻ്റെ പേര് പറയുകയാണ് എപ്പോഴും. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നേ, ഞാൻ ഇതിനു മുമ്പ് ഈ സഭയെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഗവൺമെൻറ് ശരിയായ പാതയിലല്ല പോകുന്നതെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കറക്റ്റീവ് ഫോഴ്സായി പാർട്ടിയിലൊക്കെ നിന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ല, മുട്ട് കൂട്ടിയിടിക്കും നിങ്ങൾക്ക്. അതിനൊന്നുള്ള ധൈര്യം നിങ്ങൾക്കില്ല സാർ. 30 ലക്ഷം പേര് ഈ വെസ്റ്റേൺ ഗാർഡ്സിൽ കിടക്കുകയാണ്. എന്താണ് സ്ഥിതി സാർ? വന്യജീവി ആക്രമണം, എത്ര പേരാണ് മരിച്ചത്? എത്ര പേരുടെയാണ് കൃഷി തകർന്നത് സാർ? പണ്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾ അവർ ഈ കിഴങ്ങ് കൃഷിയാണ്, കപ്പ, ചേന, ചേമ്പ്. ഒരു കൃഷിയില്ല. കാരണം എന്താ? എല്ലാം പന്നി കുത്തി മലത്തി, വാഴ മുഴുവൻ നശിപ്പിച്ചു. ഞാൻ ആതിരപ്പള്ളി പോയപ്പോൾ എല്ലാ വീട്ടിൽ നിന്നും പ്ലാവ് വെട്ടി മാറ്റുക. ഞാൻ ചോദിച്ചു എന്താ? അയ്യോ, പ്ലാവ് ഉണ്ടെങ്കിൽ ചക്ക ഉണ്ടാവും, ചക്ക ഉണ്ടെങ്കിൽ ആന വരും, അതുകൊണ്ട് പ്ലാവ് മുഴുവൻ വെട്ടി മാറ്റുകയാണ്. വാഴ വയ്ക്കുന്നില്ല. മഞ്ഞങ്ങ പരുവത്തിൽ തെങ്ങി കയറി കുരങ്ങ് നാളികേറിട്ടുകൊണ്ട് പോവാണ്. നിങ്ങൾ നിസ്സഹായരായി നിൽക്കുന്നു. എത്രയോ സംസ്ഥാനങ്ങൾ പരമ്പരാഗതമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച്, ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് വന്യജീവി ആക്രമണത്തെ നേരിടാനുള്ള വലിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ നിസ്സംഗരായി നിൽക്കുന്നു. ആ പാവപ്പെട്ട മനുഷ്യരെ ആനയ്ക്കും കടുവയ്ക്കും പുലിക്കും പന്നിക്കും ഒക്കെ ഇട്ടുകൊടുത്തിരിക്കുകയാണ്. ഒന്നും ചെയ്യുന്നില്ല. ചെറുവിരൽ, നിങ്ങൾ ഈ വന്യജീവി ആക്രമണം തടയാൻ നിങ്ങളുടെ സർക്കാർ ചെറുവിരൽ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നയമില്ലാത്ത
നയപ്രഖ്യാപനമാണ് ഇവിടെ നടത്തിയത്. സർ, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സർ, നിങ്ങളിവിടെ പറഞ്ഞു സെക്യുലർ സ്റ്റാറ്റിൻ്റെ കാര്യം പറഞ്ഞു. സർ, നിങ്ങൾക്ക് എന്താ, ഞാൻ എപ്പോഴും അത്ഭുതപ്പെടും. കാരണം ഇപ്പോൾ സംഘപരിവാരോ BJP-ക്കാരോ വന്ന് ഒരു വർഗീയത ഇളക്കാൻ നോക്കിയാൽ നമുക്ക് അത്ഭുതമില്ല. കാരണം അവരുടെ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് അതാണ്. അവരെന്താ ചെയ്യുന്നത്? ഹെയ്റ്റ് ക്യാമ്പയിൻ, വിദ്വേഷ പ്രചരണം നടത്തി മതങ്ങളെ തമ്മിൽ അടുപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ്. നിങ്ങൾ സംഘപരിവാറിൻ്റെ അതേ പാതയിൽ നിങ്ങൾ സഞ്ചരിക്കാൻ പോയല്ലോ. മുൻ മന്ത്രി AK ബാലന്റെ പ്രസ്താവന, പ്രതിപക്ഷ നേതാവ് സഭയിൽ സംസാരിക്കുകയായിരുന്നു. നന്ദി പ്രമേയ ചർച്ചയിൽ